ഗുഡ് ഈവനിങ് ഓൾ, ദിസ് ഇസ് സിയാദ് ഇലിക്കൽ. എല്ലാ ദിവസവും വൈകിട്ടുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. 7 മണി എന്നുള്ളത് നമ്മൾ മാറ്റിയിട്ടുണ്ട്. 7 മണിക്ക് മുമ്പ് ന്യൂസ് റെഡി ആവുകയാണെങ്കിൽ നമ്മൾ അപ്പം ഇടും എന്നുള്ളതാണ്. മാർക്കറ്റിലേക്ക് വരുമ്പോൾ വളരെ നല്ലൊരു മാർക്കറ്റ് ദിവസമാണ് ഇന്ന് ഉണ്ടായിരുന്നത്. എക്സ്പെക്ട് ചെയ്ത പോലത്തെ തന്നെയുള്ള ആക്ഷനാണ് നമ്മൾ കണ്ടത്. HDFC ബാങ്ക് ഓൾറെഡി തന്നെ ഈ ഒരു റിസൾട്ട് സ്ട്രീറ്റ് എസ്റ്റിമേഷനേക്കാളും മികച്ച ഒരു റിസൾട്ടാണ്. ക്വാർട്ടർ ടു ക്വാർട്ടർ 2% ഇടിവുണ്ടായിട്ടുണ്ട്. പക്ഷെ അത് ഓൾറെഡി എക്സ്പെക്ട് ചെയ്തതിനേക്കാളും ഒരു മികച്ച രീതിയിൽ ഉള്ള റിസൾട്ട് വന്നതുകൊണ്ട് HDFC ബാങ്ക് ഇന്ന് ഏകദേശം ഒരു നിഫ്റ്റിനെയും ബാങ്ക് നിഫ്റ്റിനെയും ഏകദേശം 60 പോയിന്റ് നിഫ്റ്റിനെയും ബാങ്ക് നിഫ്റ്റിനെയും ഏകദേശം ഒരു 100 പോയിന്റിന് മുകളിൽ റാലി രേഖപ്പെടുത്തി കൊണ്ടുപോകാനായിട്ട് പറ്റിയിട്ടുണ്ട്. നിഫ്റ്റിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. റിലയൻസ് GDRൽ നമ്മൾ ഇന്നലെ കണ്ടിരുന്നു, 4% GDRൽ റിലയൻസ് ഇടിഞ്ഞത്. സമാനമായ രീതിയിൽ ഇവിടെയും റിലയൻസ് 3.5% മുകളിൽ 3.75% മുകളിൽ ഫോള് രേഖപ്പെടുത്തി. വിപ്രോ US വിപ്രോ ലിസ്റ്റഡ് ആണ്, അവിടെ 11% ഇടിവുണ്ടായിട്ടുണ്ടായിരുന്നു. സമാനമായ രീതിയിൽ ഇവിടെയും ഇന്ന് വിപ്രോ അതിൻ്റെ 11 വർഷത്തെ ഏറ്റവും വലിയൊരു ഇടിവിൽ സാക്ഷ്യം വഹിച്ചു. ഇവിടെയും വിപ്രോ ഇടിഞ്ഞു. സിമെന്റ് സെക്ടറിൽ റാലി രേഖപ്പെടുത്തി. ബഡ്ജറ്റിന് മുമ്പ് റെയിൽവേ സ്റ്റോക്കുകളിൽ റാലി രേഖപ്പെടുത്തി. അപ്പോൾ ബഡ്ജറ്റാണ് നാളെ ഇന്ത്യൻ വിപണിയും ഇന്ത്യയിലെ സാധാരണക്കാരായ ജനങ്ങളും കാത്തിരിക്കുന്ന ബഡ്ജറ്റാണ് വരുന്നത്. അപ്പോൾ ബഡ്ജറ്റ് വരുന്നതിന് മുമ്പ് ഇന്ന് ഫിനാൻസ് മിനിസ്റ്ററുടെ ഭാഗത്തു നിന്ന് കുറച്ച് അപ്ഡേറ്റ് ഉണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നേരെ നമുക്ക് നിഫ്റ്റിയുടെ ചാർട്ട് പരിശോധിക്കാം. അതിനുശേഷം മറ്റുള്ള കാര്യങ്ങൾ കാണാം. നിഫ്റ്റിയുടെ ചാർട്ടിൽ കാണാം, വലിയൊരു ഗ്യാപ് ഡൗണിൽ ഓപ്പൺ ചെയ്ത് നിഫ്റ്റിക്ക് 24,363 നിഫ്റ്റിയുടെ ആദ്യ ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്തത്. എന്നാൽ ഇന്നത്തെ ആദ്യത്തെ 5 മിനിറ്റ് ക്യാൻഡിൻ്റെ ലോ ആണ് ഇന്നത്തെ ലോ. പിന്നീട് കണ്ടത് ശക്തമായൊരു റിക്കവറിയാണ്. 24,600 ടെസ്റ്റ് ചെയ്തു. അവസാനം 24,515 നിഫ്റ്റി വിശ്രമിക്കുമ്പോൾ ഇന്നത്തെ ദിവസത്തിൽ നിന്ന് 21 പോയിന്റ് മാത്രമാണ് ചോർന്നു പോയിട്ടുള്ളൂ. സെൻസെക്സ് 102 പോയിന്റ് ഇടിവ്. ബാങ്ക് നിഫ്റ്റി 14 പോയിന്റ് ഫ്ലാറ്റ് ആയിരുന്നു. ഗ്രാസിം, NTPC, അൾട്രാടെക് സിമന്റ്, HDFC ബാങ്ക്, ഡോക്ടർ റെഡ്ഡി 2 മുതൽ 2.5% വരെയുള്ള നേട്ടം കൈവരിച്ചപ്പോൾ വിപ്രോ, കൊട്ടക് ബാങ്ക്, റിലയൻസ്, ITC, SBI ലൈഫ് ഇൻഷുറൻസ് 1.5 മുതൽ 10% വരെയുള്ള ഫോള് ഉണ്ടാക്കി. ഗ്ലോബൽ മാർക്കറ്റ് പെട്ടെന്ന് നോക്കാം. ഏറ്റവും ടോപ്പിൽ ബിറ്റ്കോയിൻ 67,000, ബ്രന്റ് ഓയിൽ 82, ഗോൾഡ് 24,000 സസ്റ്റെയിൻ ചെയ്യാതെ 2396 ഡോളർ പെർ ഔൺസ്. ഓസ്ട്രേലിയ, ചൈന, കൊറിയ, ജപ്പാൻ മാർക്കറ്റുകൾ ഇടിവിലായിരുന്നു. ഡോ ഫ്യൂച്ചർ പോസിറ്റീവാണ്. ഇന്ത്യ വിക്സ് 4% സ്പൈക്ക് ചെയ്ത് 15.4. ജർമ്മൻ, UK, ഫ്രാൻസ് മാർക്കറ്റുകൾ അതിശക്തമായിട്ട് മുന്നേറുന്നുണ്ട്. രാവിലെ നമുക്ക് ഏഷ്യൻ മാർക്കറ്റിന്റെ ഭാഗത്തുനിന്ന് പിന്തുണയൊന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ടും നിഫ്റ്റി ഇൻട്രാഡേ ലോയിൽ നിന്ന് നടത്തിയ ഒരു ശക്തമായ ഒരു റാലിയാണ് കണ്ടത്. മാർക്കറ്റ് നല്ല മാർക്കറ്റാണെന്ന് പറയുമ്പോൾ മാർക്കറ്റ് 300-400 പോയിന്റ് റാലി രേഖപ്പെടുത്തിയിട്ടല്ല, മറിച്ച് ഇൻട്രാഡേ ലോയിൽ നിന്ന് ശക്തമായിട്ടുള്ള ഒരു ഗെയിൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രധാനമായിട്ടും FIs കറന്റ് മന്തിൽ 30,000 കോടി രൂപയും ലാസ്റ്റ് വീക്കിൽ 10,000 കോടി രൂപയുടെയും ബൈയിങ് ആണ് നടത്തിയത്. ലാസ്റ്റ് വീക്ക് എല്ലാ ദിവസവും DAs ആയിരുന്നു നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നത്. നമ്മൾ വിട്ടുപോയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം. പ്രധാനമായിട്ടും പബ്ലിക് സെക്ടറിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഇനിയിപ്പോൾ ആനന്ദ് രാജ് കമ്പനി 8% റാലി രേഖപ്പെടുത്തി. ഗൂഗിളായിട്ട് ഒരു ഡേറ്റാ സെൻറ്ററിൻ്റെ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഫിനാൻസ് മിനിസ്റ്ററുടെ ഭാഗത്തു നിന്നുള്ള അപ്ഡേറ്റിലേക്ക് വരാം. ഇന്ത്യയുടെ GDP ഫോർകാസ്റ്റ് 6.5 നിന്ന് 7 ഉയർന്നു. ഇൻഫ്ലേഷൻ സ്റ്റിൽ ഹൈ ആണെന്ന് തന്നെ പറയുന്നുണ്ട്. ഇന്ത്യയുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് പ്രൈവറ്റ് സെക്ടറിൽ നിന്നുള്ള പങ്കാളിത്തം വേണമെന്ന് ഉള്ള അഭിപ്രായമുണ്ട്. കൂടാതെ തന്നെ അർബൻ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് 6.7% ഫോൾ ആയിട്ടുണ്ട്. കൂടാതെ തന്നെ ഈ അഗ്രികൾച്ചർ മേഖലയിൽ ജോബ് ക്രിയേഷൻ വർദ്ധിക്കുന്നുണ്ട് എന്നുള്ള തുടങ്ങിയ പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആണ്. പ്രധാനമായിട്ടും ഇന്ത്യയുടെ GDP ഫോർകാസ്റ്റ് ഉയർത്തി എന്നുള്ളതാണ് പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു നേട്ടം, അല്ലെങ്കിൽ നമുക്ക് പോസിറ്റീവായിട്ട് കാണാൻ പറ്റുന്ന കാര്യം. ഇനി വിശദമായിട്ട് നാളെ ബഡ്ജറ്റിൽ ഓരോരോ കാര്യങ്ങൾ അപ്പോൾ വരും. അതായത് സെക്ടറിന് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വരും. അതിന് മുന്നോടി തന്നെയായിട്ട് റെയിൽവേയും സിമെന്റും PSU സെക്ടറും ഇന്ന് റാലി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് ശ്രദ്ധിക്കണം. ഇനി സ്റ്റോക്കുകളിലെ കുറച്ച് വാർത്തകളിലേക്ക് വരാം. വിപണി സമയത്ത് സ്റ്റോക്കുകളിലെ വാർത്തകൾ നമ്മൾ പരമാവധി നമ്മുടെ ടെലഗ്രാം ചാനലിൽ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. നമ്മുടെ ടെലഗ്രാം ചാനലിൻ്റെ പേര് പറയുന്നില്ല. പേര് പറഞ്ഞാൽ നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ പേരിന് സമാനമായിട്ട് ഒരുപാട് സ്പാം ഗ്രൂപ്പുകൾ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയുടെ
ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ടെലിഗ്രാം ചാനലിൻ്റെയും നമ്മുടെ വെബ്സൈറ്റിൻ്റെയും ട്രൈഡ് ബഡിയുടെയും ഡൊമൈൻ. ക്ലിക്ക് ചെയ്യുക, നിങ്ങൾക്ക് ബുക്ക് മാർക്ക് ചെയ്യാം, ടെലിഗ്രാമിൽ നേരെ ജോയിൻ ചെയ്യാം. ഇനി സ്റ്റോക്കുകളുടെ കുറച്ച് വാർത്തകളിലേക്ക് വരാം. നിതിൻ സ്പിന്നേഴ്സ് കമ്പനി 28 കോടി രൂപയിൽ നിന്ന് 42 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് വർദ്ധിച്ചു. ഒരു കാര്യം ഒന്ന് ആഡ് ഓൺ ചെയ്യട്ടെ, ഈ ഇൻവെസ്റ്റ്മെൻറ്റ്, മ്യൂച്വൽ ഫണ്ട് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യാനായിട്ട് ഒരു പുതിയതായിട്ട് ഒരാൾ വരുമ്പോൾ അവർക്കറിയില്ല ഏതാണ് പുതിയ കമ്പനി, ഏതാണ് നല്ല കമ്പനി എന്നുള്ളത്. അപ്പോൾ അവർ ബ്ലൈൻഡ്ലി ഈ സ്പാമായിട്ടുള്ള ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ്, മ്യൂച്വൽ ഫണ്ടിന് സമാനമായ രീതിയിൽ കുറേ ആപ്ലിക്കേഷൻസ് ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് യൂസർ ഐ ഡിയും പാസ്വേഡൊക്കെ കിട്ടും, അത് പ്രത്യേകിച്ച് ചിലവ് ഇല്ല. അവിടെ ഒരു പേയ്മെൻറ്റ് ഗേറ്റ് വേ ഉണ്ടാവും, ഫണ്ടും ആഡ് ചെയ്യാൻ സാധിക്കും, ഏതെങ്കിലും ഒരു സ്ക്രിപ്റ്റും നമുക്ക് ബൈ ചെയ്യാൻ പറ്റും, അതിൻ്റെ പ്രോഫിറ്റും കാണാം, ഇത്ര ശതമാനവും കാണാം, എല്ലാം കാണാൻ സാധിക്കും. IPO ഉൾപ്പെടെ പ്രൈവറ്റ് ഫേംസ് വഴി IPOയിൽ പങ്കെടുക്കാം. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങളൊന്ന് മനസ്സിലാക്കുക, ആ ഒരു പ്ലാറ്റ്ഫോമിൽ നമുക്ക് ഫണ്ട് ആഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അവർക്ക് വളരെ സിമ്പിളായിട്ട് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റും അതിൻ്റെ പെർസെൻറ്റേജും കാണിക്കുന്നതിന് യാതൊരു പ്രശ്നമില്ല. പക്ഷെ നമ്മൾ ഫണ്ട് വിഡ്രോ ചെയ്യുമ്പോഴാണ് നമുക്ക് അമളി മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുക, ഇന്ത്യയിലെ ലീഡിംഗ് ആയിട്ടുള്ള ബ്രോക്കറിൻ്റെ അടുത്ത് നിന്ന് മാത്രം അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യുക, അവരിൽ നിന്ന് മാത്രം മ്യൂച്വൽ ഫണ്ട് നിക്ഷേപിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ട്രസ്റ്റ്ഫുൾ ആയിട്ടുള്ള ഇന്ത്യയിലെ ലീഡിംഗ് ആയിട്ടുള്ള ഏത് ബ്രോക്കറിനെയും സമീപിക്കാം. അല്ലാതെ പ്രൈവറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കേട്ടുകേൾവി ഇല്ലാത്ത ബ്രോക്കറെ സമീപിക്കരുത്. സ്റ്റോക്കിൻ്റെ ന്യൂസിലേക്ക് തിരികെ എത്താം. മഹീന്ദ്ര ലോജിസ്റ്റിക് കമ്പനി 8 കോടി രൂപയിൽ നിന്ന് 9 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. സോലാറ ആക്റ്റീവ് ഫാർമ കമ്പനി 19 കോടി രൂപയിൽ നിന്ന് 13 കോടി രൂപയിലേക്ക്, 19 കോടി രൂപ ലോസ് ആയിരുന്നു, ഈ തവണ 13 കോടി രൂപ ലോസ്. UCO ബാങ്ക് 224 കോടി രൂപ, ഈ തവണ 551 കോടി രൂപ നെറ്റ് പ്രോഫിറ്റ് ഉയർത്തി. IDBI ബാങ്ക് 1220 കോടി രൂപയിൽ നിന്ന് 1720 കോടി രൂപയിലേക്ക് നെറ്റ് പ്രോഫിറ്റ് ഉയർത്തി. ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് 26% നെറ്റ് പ്രോഫിറ്റ് ഉയർത്തി. സൈൻഡ് DLM കമ്പനി 5 കോടി രൂപയിൽ നിന്ന് 10 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. റെയിൽടെൽ കമ്പനി 187 കോടി രൂപയുടെ ഓർഡർ കിട്ടി. പോളി മെഡിക്യൂർ കമ്പനി 62 കോടി രൂപയിൽ നിന്ന് 74 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. ബിഗ് ബ്ലോക്ക് കൺസ്ട്രക്ഷൻ കമ്പനി ബോണസ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്, 1:1 റേഷ്യോയിലാണ് ബോണസ് ഇഷ്യൂ ചെയ്യുന്നത്. റാനെ ബ്രേക്ക് ലൈൻ കമ്പനി 5.5 കോടി രൂപയിൽ നിന്ന് 8 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. ഡോൾഡ ഡയറി 35 കോടി രൂപയിൽ നിന്ന് 65 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. ഇന്ന് നല്ല രീതിയിൽ റാലി രേഖപ്പെടുത്തിയിരുന്നു. ഗാർഡൻ റീച്ച് ഷിപ്പ്ബിൽഡേഴ്സ് കമ്പനി, ഇവർക്ക് മെർക്കിലാൻഡ് ഹെയർ സ്പേസിൻ്റെ ഭാഗത്ത് നിന്ന് പുതിയൊരു ഓർഡർ കിട്ടി. TCS റോൾസ് റോയ്സ് ആയിട്ട് ഇവർ ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടുണ്ട്. റോയ്സ് ആയിട്ട് TCSന് ദീർഘമായിട്ടുള്ളൊരു ബിസിനസ് കൊളാബറേഷൻ ഉണ്ട്. ഇന്ത്യൻ ഹോട്ടൽ കമ്പനി ഇവരുടെ റവന്യൂ ഫോർകാസ്റ്റ് 20% ഉയർത്തിയിട്ടുണ്ട്. ഇന്ന് സ്റ്റോക്ക് നല്ല രീതിയിൽ ഗെയിൻ ചെയ്തിട്ടുണ്ട്. JSW എനർജി കമ്പനി ഇവർ സോളാർ പ്രൊജക്റ്റിൻ്റെ ആനുവൽ കപ്പാസിറ്റി 16 GW ഉയർത്തി. കമ്പനിക്ക് 500 MW ഓർഡർ കിട്ടി. സെയിൽ കമ്പനി ഫണ്ട് റൈസ് ചെയ്യുന്നുണ്ട്. ജൂലൈ 25 അവരുടെ ബോർഡ് മീറ്റിംഗ് തുടരുന്നുണ്ട്. ഇനി നാളെ രാവിലെ 7:00 മുമ്പായിട്ട് നമ്മളെ ന്യൂസ് നമ്മൾ ഇടാൻ ശ്രമിക്കുക. പരമാവധി നമ്മൾ ന്യൂസ് കളക്ട് ചെയ്ത് അല്ലെങ്കിൽ ചെയ്തെടുത്ത് നെറ്റ്വർക്കിൻ്റെയും മറ്റുള്ള ഇതിൻ്റെ എല്ലാം തന്നെ ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് നമ്മളൊരു വൈകിട്ട് 7 മണി രാവിലെ 7 എന്ന് പറയുന്നത്. അതിന് മുമ്പ് നമ്മൾ തീരാണെങ്കിൽ അതിന് മുമ്പ് നമ്മൾ ചാനലിടാം. അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാ ആളുകൾക്കും ഷെയർ ചെയ്യുക. ന്യൂസ് കിട്ടാത്ത ആളുകൾക്കൊക്കെ അത് ഉപകാരപ്പെടും. ഒട്ടും സമയം ഞാൻ പാഴാക്കാതെ കണ്ടൻറ്റ് മാത്രം ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. താങ്ക് യു.